ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പല വിധത്തിലുള്ള സ്കാനിങ്ങുകൾക്ക് വിധേയമാകപ്പെടാറുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ സ്കാനിംഗ് നടത്തുന്നത്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ലൈഫ് ലൈൻ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ അമ്പാടി സ്കാൻ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റുമായ ഡോക്ടർ അമ്പാടി രാമകൃഷ്ണനാണ്. ഡോക്ടർ നമസ്കാരം. ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭധാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ ഗർഭിണിയായി കഴിയുമ്പോൾ പല വിധത്തിലുള്ള സ്കാനിങ്ങുകൾക്ക് അവർ വിധേയമാകാറുണ്ട്. അപ്പം എന്തിനാണ് ഇത്തരത്തിലുള്ള സ്കാനിങ് നടത്തുന്നത്? സ്കാനിങ് ആദ്യം പലതരം മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഉദാഹരണത്തിന് MRI സ്കാൻ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, പിന്നെ ഐസോടോപ്പ് സ്കാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ റേഡിയേഷൻ ഇല്ലാത്ത സ്കാൻസ് മാത്രമേ ഗർഭിണികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് പ്രധാനമായിട്ടും അൾട്രാസൗണ്ട് സ്കാനാണ്. 99.9% അൾട്രാസൗണ്ട് സ്കാനാണ് ഗർഭിണികൾക്ക് സാധാരണ ചെയ്യാറ്. വളരെ അപൂർവമായിട്ട് MRI സ്കാൻ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഗർഭസ്ഥ ശിശുവിന് ഒരു പ്രത്യേകതരം അബ്നോർമാലിറ്റി ഉണ്ട്, അത് അൾട്രാസൗണ്ടിൽ പൂർണ്ണമായി കാണാൻ സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ പലപ്പോഴും ഈ MRI സ്കാൻ ആവശ്യപ്പെടാറുണ്ട്, ചെയ്യാറുണ്ട്. അതിന് റിസൾട്ടും കിട്ടാറുണ്ട്. ഇനി എന്തിനാണ് ഗർഭിണികൾക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഗർഭത്തിലുള്ള ശിശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. രണ്ടാമതായി ഈ ഗർഭിണിയായ അമ്മയുടെ ഹെൽത്തിന് വേണ്ടി. ഇത് രണ്ടും ഒരുപാട് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് ശിശുക്കളുടെ മരണവും അതുപോലെ തന്നെ ഗർഭിണികളുടെ മരണവും വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രധാനമായ കാരണം ഈ എല്ലാ ദിക്കിലും ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ എല്ലാ മുക്കിലും മൂലക്കിലും ഗ്രാമങ്ങളിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. ഇതാണ് ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഗർഭിണികളുടെ മരണനിരക്ക് കുറയാനും അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് ജനിച്ച ഉടനെയുള്ള ശിശുവിൻ്റെ മരണ റേറ്റ് കുറയാനും പ്രധാനമായ ഒരു കാരണം. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഏത് സമയത്താണ് സ്കാനിങ് ആവശ്യമായി വരുന്നത്? പല ഡോക്ടേഴ്സ് ഇപ്പം ആദ്യം 1-ാം മാസത്തിലുണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ 3-ാം മാസത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ആദ്യം ഒരു സ്കാനിങ് എപ്പോഴാണ് അവരെടുക്കേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ പ്രത്യേകിച്ച് ഈ ഹെൽത്ത് സിസ്റ്റം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ടിലെല്ലാം അന്ന് അത് അവർ ഗവൺമെന്റാണ് തീരുമാനിക്കുക എത്ര സ്കാൻ വേണം വേണ്ട എന്ന്. കാരണം ഗവൺമെന്റാണ് ഈ സ്കാനിന് വേണ്ടി പൈസ ചെലവാക്കുന്നത്. അന്നത്തെ കാലത്ത് ആദ്യം അവർ പറഞ്ഞിരുന്നത് ഒരു 20 വീക്ക് സ്കാൻ, അതായത് 18 to 20 വീക്സിന്റെ ഇടയിൽ ഒരു അനോമലി സ്കാൻ ചെയ്യാമെന്നാണ്. പിന്നെ സയൻസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തപ്പോൾ പിന്നെ അവർ 12 ആഴ്ചയിൽ, അതായത് ഏകദേശം 3-ാം മാസം വരുമ്പോൾ ഒരു സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഈ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് പല പ്രാവശ്യം സ്കാൻ ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എത്ര സ്കാൻ ചെയ്യണം, 1 വേണോ 2 വേണോ 3 വേണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഗർഭിണിയുടെ ആവശ്യപ്രകാരം ചിലപ്പോൾ 1-ൽ കൂടുതലോ 2-ൽ കൂടുതലോ വേണ്ടി വരും. എന്നാലും പ്രധാനമായ 2 വെരി ഇമ്പോർട്ടൻറ്റ് സ്കാൻസ്, ഒന്ന് 3 വീക്ക് സ്കാൻ ഓർ NT സ്കാൻ, 3 വീക്സ് അല്ല 3 മന്ത് സ്കാൻ അഥവാ NT സ്കാൻ, ആൻഡ് 2 അനോമലി സ്കാൻ അഥവാ അറൌണ്ട് 20 വീക്ക് സ്കാൻ. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അതാണ് പ്രധാനം. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാൻ എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗർഭത്തിൽ ഒരു ശിശുവിന് 40 ആഴ്ചയാണ് വളർച്ച. അതുകൊണ്ട് നമ്മൾ അതിനെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 13 വീക്സ് ആൻഡ് 6 ഡേയ്സ് ആണ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ, ഒരു അപ് ടു 28 വീക്സ് ആണ് സെക്കൻഡ്, അതിനുശേഷം 40 ആഴ്ച വരെയുള്ളതാണ് തേർഡ് ട്രൈമിസ്റ്റർ. ഇതിൽ ഫസ്റ്റ് ട്രൈമിസ്റ്ററിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെരി ഏർലി, അതായത് ഒരു 8 ആഴ്ച വരെയുള്ളത്, പിന്നെ 9 വീക്സ് ആൻഡ് എബവ് അപ് ടു 13 വീക്സ് ആൻഡ് 6 ഡേയ്സ്. ഈ വെരി ഏർലി സ്കാൻ ചെയ്യുന്നത് നമ്മൾ വളരെ അത്യാവശ്യമല്ല,
പക്ഷെ പ്രധാന ഇൻഡിക്കേഷൻ, സപ്പോസ് ഒരു ലേഡിക്ക് അവരുടെ ലാസ്റ്റ് പീരീഡ്സ് എന്നാ വന്നതെന്ന് അറിയില്ല, ഡേറ്റ് അറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു അമ്മയാണ് അവര് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടാവും, അപ്പൊ ഗർഭധാരണം നടക്കുകയാണെങ്കിൽ അറിയില്ല. അങ്ങനെ പല കണ്ടീഷനിലും നമുക്ക് ലാസ്റ്റ് പീരീഡ്സ്, അതായത് LMP അറിയാത്തവർക്ക് ഈ സ്കാൻ ഒന്ന് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിംറ്റംസ് വന്ന് നമ്മൾ പല സ്ത്രീകൾക്കും അറിയില്ല അവർ ഗർഭിണിയാണ്, അവര് ഛർദിച്ച് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന്റെയും അവിടെയൊക്കെയാണ് പോവുക. ഇന്നലെ തന്നെ എനിക്കൊരു പേഷ്യന്റ് വന്നു, അവർക്ക് വയറുവേദന, അത് ആ സ്ത്രീക്ക് 38 വയസ്സായിരുന്നു, വയ്യ എന്നെല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഴുതി തന്നത് വയറിന്റെ സ്കാൻ ചെയ്യാനാ. ഞാൻ നോക്കുമ്പോണ്ട് 16 ആഴ്ചയിൽ കൂടുതലായി. എന്നിട്ട് ഈ സ്ത്രീ, ഈ 38 വയസ്സായ സ്ത്രീ 2 കുട്ടികളുടെ അമ്മ, ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ ഗർഭിണിയാണെന്ന്. അപ്പോൾ ഇങ്ങനെ പല കണ്ടീഷനിലും നമ്മൾ ഒരു 6-8 വീക്സ് വരെ നമ്മൾ സ്കാൻ ചെയ്യും. ഈ ഏർലി സ്കാൻ ചെയ്യണതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്ന് ഈ ശിശു ഗർഭത്തിന്റെ ഉള്ളിലാണോ പുറത്താണോ, അങ്ങനെ എക്ടോപിക് ആണോ, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ. 2, ഗർഭത്തിലെ ശിശുവിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ, അതായത് വയബിലിറ്റി ഉണ്ടോ എന്ന്. പിന്നെ ഈ പറയണം മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആണെങ്കിൽ ഏകദേശം കുട്ടിയുടെ വളർച്ച ഗർഭണം എത്രയായിട്ടുണ്ടെന്ന് അറിയാം. ഇതും കൂടാതെ ഒരു കുട്ടിയാണോ 2 കുട്ടിയാണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ട്. ഇതും കൂടാതെ ഈ പല സ്ത്രീകൾക്കും വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സ്ത്രീകളെല്ലാം 30 വയസ്സിന് ശേഷമാണ് ഗർഭധാരണത്തിനെ കുറിച്ച് തന്നെ പ്ലാൻ ചെയ്യണേ, കാരണം എല്ലാവർക്കും ജോലിയുണ്ട്. അങ്ങനെ വരുമ്പോൾ പലർക്കും ഫൈബ്രോയിഡ്, അങ്ങനത്തെ പല മുഴകൾ ഉണ്ടാവും. അത് ഇറ്റ് ക്യാൻ അഫക്ട് ദ പ്രഗ്നൻസി. ഓവറിയിൽ സിസ്റ്റുകൾ, വല്ല ട്യൂമർ, ഇതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ യൂട്രസിനോ പുറത്തോ യൂട്രസിന്റെ വോളിലോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇതെല്ലാം അറിയാൻ ാണ് നമ്മൾ ഏർലി ആയിട്ട് സ്കാൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേറ്റ് ട്രൈമസ്റ്റർ സ്കാൻ അഥവാ NT സ്കാൻ, വിച്ച് ഈസ് ബിറ്റ്വീൻ 11 വീക്സ് ആൻഡ് 13 വീക്സ് ആൻഡ് 6 days. അത് എല്ലാ ഗർഭിണികൾക്കും അങ്ങനെ ചെയ്യണം നിർബന്ധമുണ്ടോ? ഇപ്പോഴത്തെ പ്രോട്ടോകോൾ എന്ന് പറയും അനുസരിച്ചിട്ട് ഈ 11 to 13 പ്ലസ് 6 വീക്സ് അഥവാ NT സ്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മസ്റ്റ്, എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഇത് ചെയ്തു എന്ന് വെച്ച് നമ്മൾ 20 വീക്സിലെ അനാറ്റമി സ്കാൻ നമുക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ. അതുപോലെ പിന്നെ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, പലരും 30 കഴിഞ്ഞിട്ടാണ് ഒരു ഗർഭധാരണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത്, ഇപ്പം 30 കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭധാരണത്തിന് ശേഷമാണ്, അതിന് മുന്നേ സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും 30 വീക്സിന് ശേഷം കല്യാണം കഴിക്കുന്നവർക്ക് പ്രഗ്നൻസി ആവാൻ ഒരു ചെറിയ ഒരു മടി കാണാറുണ്ട്. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടാകാം ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ വല്ല യൂട്രസിന് അബ്നോർമാലിറ്റി ഉണ്ടോ, ശരിക്കും ഓവുലേഷൻ നടക്കണില്ലേ, അതുപോലെ PCOD പോലെ വല്ല അസുഖമുണ്ടോ, ഇതൊക്കെ അറിയാൻ പലപ്പോഴും ഒരു 3 വർഷമായിട്ടും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചിട്ട് അവര് ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും പേഷ്യൻസിനെ ഇത് അസസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തകരാറുകൾ ഈ ആശയ സംബന്ധമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പലരും വരാറുണ്ട്. ആൻഡ് അത് ആവശ്യമാണ്. ഒപ്പം തന്നെ ഇപ്പം നേരത്തെ സ്കാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അനോമൽ സ്കാനിനെ കുറിച്ച് പറഞ്ഞു. അപ്പം പല സ്ത്രീകളും വിചാരിക്കുന്നത് ആദ്യത്തെ സ്കാൻ ചെയ്തില്ലെങ്കിലും ഈ ഒരു സ്കാൻ മാത്രം ചെയ്താൽ മതിയാവും. ചിലപ്പോൾ പല പ്രായമായവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തിട്ടില്ല, അപ്പൊ അതിനൊന്നും ആവശ്യമില്ല, 5ാമത്തെ സ്കാനിങ് മാത്രം മതിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അനോമൽ സ്കാനിന്റെ പ്രാധാന്യം എന്താണ്? അത് മാത്രം എടുത്താൽ മതി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം? ഇത് വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പലർക്കും അറിയാത്ത കാര്യം, ഈവൻ എന്നോടടക്കം ഒരു വളരെ മെഡിക്കോ ലീഗൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ചോദിച്ചതാണ്, നിങ്ങൾ എത്ര തവണ സ്കാൻ ചെയ്താ എന്നിട്ടും ഈ അനോമലി കണ്ടിട്ടില്ലല്ലോ. ഈ ഓരോ തവണ സ്കാൻ ചെയ്യുമ്പോഴും ഓരോ ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്.
ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഏർലി സ്കാനിന് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കിനി 11 to 13 വീക്ക് സ്കാനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ടാണ് ഇനി അനോമലി സ്കാൻ എന്ന് പറഞ്ഞാൽ 20 വീക്സിൽ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മൾ പല കാര്യങ്ങളും 20 വീക്സിലാണ് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ 20 വീക്സിലൊന്നും വരാതെ ഒരു 34 or 36 വീക്സിൽ വന്നിട്ട് സ്കാൻ ചെയ്ത് എൻ്റെ കൈ കണ്ടില്ല, കുട്ടിയുടെ കാല് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മെഡിക്കോ ലീഗൽ കേസിന് പോകേണ്ട ഒരുപാട് കേസ് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഓരോ സമയത്തും സ്കാൻ ചെയ്യണതിന് ഓരോ ഉദ്ദേശമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ലേറ്റ് ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യണ കുട്ടിയുടെ ഗ്രോത്തും വെയിറ്റും ഒക്കെ അറിയാനാണ്. അപ്പൊ പോയി കുട്ടിക്ക് കൈയുണ്ടോ കാലുണ്ടോ കൈയിന് 5 വിരലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വിഷമാണ്, ഓൾമോസ്റ്റ് അസാധ്യമാണ്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ ഉദ്ദേശത്തിൽ സ്കാൻ ചെയ്യണമുണ്ട്. നമുക്ക് ഈ പേഷ്യന്റിന്റെ ആ ക്ലിനിക്കൽ ഡാറ്റ റിക്വയർമെന്റ് പ്രകാരം പല സമയങ്ങളായിട്ട് ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിപ്പം ഇപ്പൊ പേഷ്യന്റിനെ അപേക്ഷിച്ചാണോ അല്ലെ അവരുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണോ ഇങ്ങനെ സ്കാനിങ് വരിക? കാരണം പല ഡോക്ടേഴ്സിന്റെ അവിടെയും ഇപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം 1-ാം മാസത്തിൽ കഴിഞ്ഞു, അല്ലെങ്കിൽ 3-ാം മാസത്തിൽ കഴിഞ്ഞു, 5-ാം മാസത്തിൽ സ്കാനിങ് കഴിഞ്ഞു. ചിലയിടങ്ങളിൽ 1 എന്നുള്ളത് മാറി 3-ാം മാസത്തിലേക്ക് വരുന്നു, പിന്നെ 5-ാം മാസത്തിലേക്ക് വരുന്നു. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതോ പേഷ്യന്റിനെ അപേക്ഷിച്ചാണോ ഈ സ്കാനിങ് വരുന്നത്? പേഷ്യന്റിനെ അപേക്ഷിച്ചാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ല. ഉദാഹരണത്തിന് ഒരു ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ പേഷ്യന്റിന് ബ്ലഡ് പ്രഷർ കാരണം കുട്ടി ചെറുതായി വരും. ഞങ്ങൾ പറയുക IUGR, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടി ചെറുതായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യണം. മാത്രമല്ല അമ്മയുടെ പ്രഷർ കൂടിയിട്ടും വരും. അപ്പൊ ഡിസൈഡ് ചെയ്യണം എപ്പോൾ ഈ കുട്ടിയെ നമ്മൾ പുറത്തെടുക്കണം. അപ്പൊ നമ്മൾ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. തിരിച്ച് ഒരു ഡയബറ്റിക് മാത്രമാണെങ്കിൽ കുട്ടി വളരെ വലിപ്പം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞാൽ എഗെയിൻ മാത്രമല്ല പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ ഡയബറ്റിക് മദറിന്റെ കുട്ടികളുടെ ഒരു പ്രധാന ഒരു പ്രോബ്ലം അവസാനം വരെ പോയി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ദിവസം കാലത്ത് ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്നലെ വരെ നോക്കിയതല്ലേ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ടി വരും. അപ്പൊ നമ്മള് അങ്ങനത്തോരിലെല്ലാം റെഗുലർ ആയിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് മറ്റവരെക്കാൾ കൂടുതൽ പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് അത് എത്ര നാളാണ്? ഒരു ഗർഭപാത്രത്തിൽ മനുഷ്യക്കുഞ്ഞിന്റെ വളർച്ച ആക്ച്വലി 40 ആഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഒരു ഗർഭിണി ഞങ്ങളുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ എൻട്രി ചെയ്യുക കമ്പ്യൂട്ടറിൽ അഥവാ ഞങ്ങളുടെ സ്കാനിങ് മെഷീനിൽ എൻട്രി ചെയ്യുക അവരുടെ LMP, അതായത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു EDC എന്ന് പറയും. EDC എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. അപ്പൊ ഈ പല രോഗികളുടെയും വിചാരം ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എഴുതി കഴിഞ്ഞാൽ അന്നാണ് പ്രസവിക്കുക എന്നാണ്. ഉദാഹരണത്തിന് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടാവും 26/11/2024 എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. അതിന്റെ അർത്ഥം 24/11/2024 കാലത്ത് 6 മണിക്ക് പ്രസവവേദന വന്ന് ഉച്ചയ്ക്ക് പ്രസവിക്കുന്നല്ല. ഒരു മനുഷ്യക്കുഞ്ഞ് ഈ LMP ആണെങ്കിൽ 40 ആഴ്ച എന്നാണോ തികയുന്നത് ആ ദിവസമാണ് ഈ കാണിക്കുന്നത്. നമ്മളൊരു മനുഷ്യക്കുഞ്ഞിന് 37 ആഴ്ച കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിൽ മെച്യൂർ ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ പ്രസവിക്കാം. നേരെ മറിച്ച് 36 ആഴ്ചയ്ക്ക് മുമ്പ് പ്രസവിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ ഒന്ന് നമുക്കിത് അറിയണം എന്താ പ്രസവിപ്പിക്കേണ്ടത്. വേറെ ഉദാഹരണം ഇപ്പൊ ഡയബറ്റിക് മദർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും 40 ആഴ്ച വരെ വെച്ചിരിക്കില്ല. അതിനേക്കാൾ ഒരാഴ്ചയെങ്കിലും മുമ്പ് പ്രസവിപ്പിക്കും വേദന വന്നില്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെ പല ഈ അമ്മയുടെ മാനേജ്മെന്റിന് നമുക്കൊരു ഒരു ഒരു ഐഡിയ വേണം എന്നാണ് ഈ ഡേറ്റ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ EDC. അതാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകളും 6-ാം മാസത്തിൽ പ്രസവിക്കുന്ന അല്ലെങ്കിൽ 8-ാം മാസം ഈ പറഞ്ഞ ആഴ്ചകൾ കറക്റ്റ് അല്ലാതെ പ്രസവിക്കുന്ന സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. പ്രീമെച്യൂർ ഡെലിവറി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയും. ആ ഒരു സാഹചര്യം നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പ്രീമെച്യൂർ ഡെലിവറി നമുക്ക് ഇപ്പോ ഈ ഞാൻ പറഞ്ഞില്ലേ 11 to 12 സ്കാൻ, ഇതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. 11-12 ഈ ചോദ്യം ചോദിച്ചതിന് ഉത്തരം ഈ 11 to 13+6 സ്കാനിൽ ഞങ്ങൾ സെർവിക്കൽ ലെങ്ത്
സെർവിക്സ് എന്ന് പറഞ്ഞാൽ യൂട്ടറസിന്റെ ഏറ്റവും താഴെയുള്ള സെഗ്മെന്റ്. പ്രസവ വേദന വരുമ്പോൾ ഇത് ചെറുതായി വന്ന് അത് 0 ആവും. അപ്പൊ മെംബ്രെയിൻ പൊട്ടി കുട്ടി പുറത്തു വരും. നേരെ മറിച്ചിട്ട് ഈ പ്രിമച്വർ ഡെലിവറി ആവുന്ന പലർക്കും ഈ സെർവിക്കൽ ലെങ്ത് വളരെ കുറവായിരിക്കും. ഞങ്ങളുടെ കണക്കുപ്രകാരം 25 മില്ലിമീറ്ററിലും കുറവാണെങ്കിൽ ഞങ്ങൾ ഷോർട്ട് സെർവിക്സ് എന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രിമച്വർ ആയിട്ട് ഡെലിവറി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 12th വീക്കിലും 20 വീക്സിലും സ്കാൻ ചെയ്യുമ്പോൾ ഈ സെർവിക്കൽ ലെങ്ത് മെഷർ ചെയ്ത് അവിടെ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഈ 25ലും താഴെയാണെങ്കിൽ പലരും അത് ഗൈനക്കോളജിസ്റ്റിന്റെ ഇഷ്ടമാണ്. ചിലവരവിടെ സൂച്ചർ ചെയ്ത് ഈ കുട്ടികളെ റൂമിലിട്ട് പൂട്ടണ പോലെ ഒരു തുന്നി കെട്ടി അവിടെ ഇടും. പിന്നെ കുട്ടിക്ക് പ്രസവിക്കണമെങ്കിൽ ഈ തുന്നൽ പൊട്ടിച്ച് പൂട്ട് തുറന്നാലേ പുറത്തു വരാൻ പറ്റൂ. എന്നിട്ട് കുട്ടി മെച്യൂർ ആവുമ്പോൾ ഇത് തുറന്നു കൊടുക്കും. അങ്ങനെ കുട്ടി ഇത് പറയും. ചിലവര് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ കൊടുക്കും, ചിലവര് ബെഡ് റെസ്റ്റ് പറയും. പലർക്കും നിങ്ങൾ കണ്ടു കാണും, തല താത്തി പണ്ട് കാലും പൊക്കി 40 ആഴ്ച കിടന്നവരുണ്ട്. അപ്പോ ഇതെല്ലാം നേരത്തെ അറിയാൻ സാധിക്കും. ഈ സെർവിക്കൽ ലെങ്ത് അറിയാം. ഒരു ഉദാഹരണത്തിന് തന്നെ ഞാൻ അറിയാം. പാലക്കാടിനുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. 5 or 6 പ്രാവശ്യമോ പ്രിമച്വർ ഇത് വന്നിട്ട് അവർ അബോർട്ട് ചെയ്ത് കുട്ടിയെ കിട്ടിയില്ല. എങ്ങനെയോ അവര് തടഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ നോക്കിയപ്പോൾ സെർവിക്കൽ ലെങ്ത് വളരെ കുറവാണ്. അപ്പോഴേക്കും സെർവിക്കൽ തുന്നിക്കെട്ടണം, പ്രൊജസ്ട്രോൺ കൊടുക്കണം. ഈ സ്ത്രീ ഈ പറയണം തലേം താത്തി 40 പ്രസവം വരെ അവിടെ കിടന്ന്. അവര് പാലക്കാടായ കാരണം പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ചേച്ചിയുടെ വീടിന്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവിടെ കിടന്ന് സുഖമായിട്ട് പ്രസവിച്ച് കുട്ടിയും കൊണ്ടുപോയി. ആദ്യം അവർ പ്രസവമായിട്ട് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് സൂച്ചറിയിട്ടു. ഒരു പ്രശ്നവും ഇല്ലാതെ രണ്ടാമത്തെ കുട്ടിയും സുഖമായിട്ട് ഇപ്പൊ അവരെല്ലാം വലിയ കുട്ടികളായിട്ട് സ്കൂളിലും കോളേജിലും പഠിക്കുന്നു. അപ്പൊ ഈ സെർവിക്കൽ ലെങ്ത് മെഷർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാർട്ട് ഓഫ് റുട്ടീൻ എക്സാമിനേഷൻ ആവാം. അതുകൊണ്ട് ഇതുപോലെ പല പ്രിമച്വർ ഡെലിവറിയും അതുപോലെ ഇൻഫന്റ് ഡെത്തും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കേണ്ടായി NTC സ്കാനിനെ കുറിച്ച്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. NT സ്കാൻ എന്ന് പറഞ്ഞാൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസിക്ക് ഷോർട്ട് ഫോം ആയിട്ട് NT എന്ന് പറയുന്നത്. ന്യൂക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ പിന്നിലുള്ള ആ ഭാഗത്തിനാണ് ന്യൂക്കൽ ഏരിയ എന്ന് പറയുന്നത്. ആ ന്യൂക്കൽ ഏരിയയിൽ, അതായത് കഴുത്തിന്റെ പിന്നില് എല്ലാവർക്കും ചെറിയ ദശയില് ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാവും. ഈ ഫ്ലൂയിഡ് കളക്ഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് NT മെഷർമെന്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായി ചെയ്യണത് കൊണ്ട് നമ്മൾ ഈ സ്കാനിനെ NT സ്കാൻ എന്ന് വിളിക്കുന്നു. ഈ ഫ്ലൂയിഡ് ഒരു പരിധിയിലും കൂടുതലാണെങ്കിൽ ജനിതരമായ പല അംഗവൈകല്യങ്ങളും ഈ കുട്ടിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടെന്നല്ല, വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അത് കൂടുതലാണെങ്കിൽ ഹാർട്ടിനുള്ള പ്രോബ്ലം അപ്പൊ കണ്ടില്ലെങ്കിലും പിന്നെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതാ ഈ NT മെഷർമെന്റ് ആണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ഈ കുട്ടിയുടെ ഈ 11 to 13+4 സ്കാൻ ഓർ NT സ്കാനിൽ നമ്മൾ നോക്കുക എന്താന്ന് വെച്ചാൽ, ഒന്ന് ഈ കുട്ടിയുടെ NT മെഷർമെന്റ്, 2 CRL എന്ന് പറയും. അതായത് നെറുക മുതൽ ഈ ബട്ടക്ക് വരെയുള്ള ലെങ്ത് നമ്മൾ അളക്കും. അത് വെച്ചിട്ട് നമ്മൾ കുട്ടിയുടെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് വളരെ ആക്യുറേറ്റ് ആണ്. നമ്മൾ ഏർലി സ്കാനിൽ ഇപ്പം സ്കാൻ ചെയ്തിട്ട് ഒരു കുട്ടിക്ക് 6 ആഴ്ചയാണ് വളർച്ച എന്ന് പറയുന്നതും, ലേറ്റ് മാത്രം ചെയ്തിട്ട് ഒരു കുട്ടിക്ക് 32 വീക്സ് ആണ് സ്കാനിന് വളർച്ച എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഈ CRL അല്ലെങ്കിൽ 12 വീക്ക് സ്കാനിൽ കറക്റ്റ് അതാണ് വളരെ കറക്റ്റ്. അത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ പെരീഡ്സ് ഇറഗുലർ ആവുന്നവർക്ക് നമ്മൾ EDC അതായത് എക്സ്പെക്റ്റഡ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ആക്യുറേറ്റ് ആവും. അപ്പോൾ അത് നമ്മൾ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട്, 2 ഈ NT നോക്കാൻ വേണ്ടി, 3 പണ്ട് അത്ര ഇല്ലെങ്കിലും ഇപ്പോൾ ഹൈ റെസൊല്യൂഷൻ സ്കാനിങ് മെഷീനാണ് ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് പല അംഗവൈകല്യങ്ങളും നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. എല്ലാ ബ്രെയിനും ഹാർട്ടിലും എല്ലാ ദിക്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത്രയും കാര്യമായിട്ടുള്ള അതുണ്ടെങ്കിൽ ദർ ഇസ് നോ മീനിങ് ഇൻ കണ്ടിന്യൂയിങ് ദി പ്രഗ്നൻസി.
അപ്പൊ ഞങ്ങൾ പറയില്ല, ഞങ്ങള് അമ്മയോടും പാരൻസിനോട് പറയും ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ജനിച്ചാലും മന്ദബുദ്ധിയാവാം, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം വരാം, ഹാർട്ട് സർജറി ചെയ്താൽ ചിലപ്പോൾ ജീവിക്കാം, ഹാർട്ടറി ഇത് ചെയ്യണമെങ്കിൽ ഹാർട്ട് സർജറി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം ചെലവ് വരും, ഇന്ന് ഹോസ്പിറ്റലിൽ പോയാലേ അത് സാധിക്കുള്ളൂ, അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ഡെലിവറി ചെയ്യണം, കാരണം പ്രസവിച്ച ഉടനെ തന്നെ ഇത് സർജറി ചെയ്യേണ്ടി വരും. അങ്ങനെ പല അഡ്വൈസും നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഞങ്ങളിത് അബോർട്ട് ചെയ്യണം വേണ്ട എന്ന് പറയില്ല. അത് കൂടാതെ ഇപ്പൊ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് നോർമൽ ആണെങ്കിൽ എങ്കിലും ഈ കുട്ടി അബ്സൊല്യൂട്ട്ലി നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാളുടെ മുഖർ നോക്കി ചിരി നോക്കിയിട്ട് അയാളുടെ സ്വഭാവം പറയാൻ പറ്റില്ല. അതുപോലെ ഞാൻ പേഷ്യൻസിനോട് പറയാനുള്ളതാണ്, അതുപോലെയാണ് നിങ്ങളുടെ കുട്ടിയുടെ ബ്രെയിൻ നോക്കിയിട്ട് എനിക്ക് കുട്ടിക്ക് 100 കണക്കിൽ 100 കിട്ടുമോ 150 കിട്ടുമോ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മന്ദബുദ്ധി പോലത്തെയുള്ളത് അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ചില ടെസ്റ്റുകളും കൂടി ചെയ്യാം. ഫോർ എക്സാമ്പിൾ അമ്മയുടെ ബ്ലഡ് എടുത്തിട്ട് സാധാരണ ഡബിൾ മാർക്കർ, അതുപോലെ NIPT അങ്ങനെ ചില ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഡബിൾ മാർക്കർ ചെയ്യുകയാണെങ്കിൽ ഈ ഡബിൾ മാർക്കറിന്റെ വാല്യൂ പ്ലസ് നമ്മൾ നേരത്തെ മെഷർ ചെയ്ത CRL എന്ന് പറഞ്ഞില്ലേ അതിന്റെ വാല്യൂ പ്ലസ് നമ്മൾ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ഇതിന്റെ വാല്യൂ ഒക്കെ കൂടി കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കുട്ടി വലുതാകുമ്പോൾ ഈ കുട്ടിക്ക് ഈ ക്രോമസോമൽ അതായത് ജനിതരമായിട്ടുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത എത്രയുണ്ടെന്ന് പറയും. അത് ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഈ കുട്ടിക്ക് സാധ്യത 3 തരമാണ് പറയുക. വളരെ കൂടുതലാണ്, വളരെ കുറവാണ്, അല്ലെങ്കിൽ തീരെ കുറവാണ്, ഓർ അതിന്റെ ഇടയിൽ ഉണ്ടാവാതിരിക്കാം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ കൂടുതലാവുന്നവരോട് പറയും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ അമിനോസിന്തസിസ് അല്ലെങ്കിൽ CVS എന്ന് പറഞ്ഞ കുറെ ടെസ്റ്റുകളുണ്ട്. അമിനോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ റുട്ടീനായിട്ട് ഞങ്ങളുടെ സെന്ററിൽ ചെയ്യണതാ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടിക്ക് ചുറ്റുമുള്ള വെള്ളം കുറച്ച് വലിച്ചെടുക്കും. ആ വെള്ളത്തിൽ കുട്ടിയുടെ കോശങ്ങൾ ഉണ്ടാവും. ആ കോശങ്ങൾ നിങ്ങൾ ലാബിലേക്ക് വിട്ടാൽ അവർ പുറത്ത് അത് കൾച്ചർ ചെയ്ത്, ഇപ്പൊ 10 കോശമാണെങ്കിൽ അത് കൾച്ചർ ചെയ്ത് 100 കോശമാവും. അപ്പൊ ഒരു കുട്ടിയെടുത്ത് ബയോപ്സി ചെയ്യണ പോലെ ഈ കുട്ടിയുടെ ക്രോമസോമൽ സ്റ്റഡീസും ജെനറ്റിക് എല്ലാം നമുക്ക് അതിൽ നോക്കാൻ പറ്റും. അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ മന്ദബുദ്ധി അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് 100% പറയാൻ പറ്റും. അപ്പോ അങ്ങനെ ഈ NT സ്കാൻ ചെയ്തിട്ട് ഹൈ റിസ്ക് ഉള്ളവർക്ക് നമുക്ക് അപ്പം തന്നെ തീരുമാനിക്കാൻ പറ്റും ഇങ്ങനെ വലിയ ജനിതമായ അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഈ അമ്മയ്ക്ക് തീരുമാനിക്കാം ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ. മാത്രമല്ല ഇയർലി നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഗൈനക്കോളജിസ്റ്റിന് സപ്പോസ് ഇത് വേണ്ട, ഗർഭം വേണ്ടാണ് വെക്കുകയാണെങ്കിൽ അത് അബോർട്ട് ചെയ്ത് കളയാൻ എളുപ്പമാണ്. നേരെ മറിച്ച് കുറെ ലേറ്റ് ആയിട്ടാണ് 20 വീക്സ് വരെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓർഡർ ആക്കി അത് 24 വീക്സ് വരെ അബോർട്ട് ചെയ്യാവുന്നത്. ഒരു 20 വീക്സ് 22 വീക്സ് ആയിട്ട് നമ്മൾ ഇത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് കുട്ടിയെ പ്രസവിപ്പിക്കുന്ന പോലെയാണ്. അപ്പൊ ആ ട്രോമ ടു ദ മദർ ആൻഡ് ഡോക്ടറുടെ ജോലിയും ഹോസ്പിറ്റൽ ചെലവും ഹോസ്പിറ്റൽ അഡ്മിഷനും എല്ലാം ഇതിനേക്കാൾ ഒരു 5-6 ഇരട്ടി കൂടും. അപ്പൊ ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുട്ടിക്ക് ഡിസിഷൻ എടുക്കാൻ, പാരൻസിന് ഡിസിഷൻ എടുക്കാനും നമുക്ക് ഫർദർ എന്തെങ്കിലും കൂടുതൽ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ സമയമുണ്ട്. ഇപ്പൊ പല അമ്മമാരിലും കാണുന്നതാണ്, ഇപ്പൊ ഗർഭിണിയായ അമ്മമാരിലും കാണുന്നതാണ് വെള്ളക്കുറവിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്? വെള്ളക്കുറവ് പ്രശ്നം ഉണ്ടാവാൻ കാരണം പല സമയത്തും കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം. ഉദാഹരണത്തിന് ഇപ്പൊ കുട്ടിയുടെ കിഡ്നി രണ്ടും വർക്ക് ചെയ്യണില്ലെങ്കിൽ മൂത്രം ഉണ്ടാവില്ല, അപ്പൊ വെള്ളക്കുറവ് ഉണ്ടാവും. ഈ നമ്മളെല്ലാവരും കളിയാക്കാറുണ്ട് അവര് മൂത്രം കുടിക്കണവരാണ്. പണ്ട് നമ്മുടെ ഏതോ പ്രൈം മിനിസ്റ്റർ മൂത്രം കുടിച്ചു എന്നൊക്കെ. നമ്മളൊക്കെ ഗർഭത്തിൽ കിടന്നവരാണ്. നമ്മളൊക്കെ കിടക്കുമ്പോ വെള്ളത്തിലാ കിടന്നത് ഗർഭത്തിൽ. ഈ വെള്ളം ഉണ്ടാവുന്നത് നമ്മളൊഴിച്ച മൂത്രമാണ്.
ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോ ഈ മൂത്രം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരെയും കളിയാക്കണ്ട. നമ്മളൊക്കെ ഒരു കാലത്ത് ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം, ഈ വെള്ളക്കുറവ് ഉണ്ടെങ്കിൽ അത് ഈ കുട്ടിയുടെ എന്തെങ്കിലും അബ്നോർമാലിറ്റി കൊണ്ടാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നേരെ മറിച്ച് അതല്ലാതെ വേറെ പല കാരണം കൊണ്ടും വെള്ളക്കുറവ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ, ഈ IV ഞരമ്പിൽ ഡ്രിപ്പ് കൊടുക്കണ പോലെ നോർമൽ സലൈൻ ഈ ഗർഭപാത്രത്തിലേക്ക് ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ദിക്കിൽ ഒരു നീഡിൽ കയറ്റി ഈ നോർമൽ സലൈൻ കയറ്റും. അപ്പൊ വെള്ളം നിൽക്കും. പലപ്പോഴും ഒരു തവണ പോരാ, പല പ്രാവശ്യം ഇത് വേണ്ടി വരും. അതിന് ശേഷം ഒരുവിധം കുട്ടി മെച്യൂർ ആയാൽ നമുക്ക് പ്രസവിപ്പിക്കാം. അത് CS ചെയ്യേണ്ടി വരും അല്ലേ? സാധാരണ CS എൻഡ് ചെയ്യും. കാരണം കുട്ടിക്ക് വളരെ വീക്കായിരിക്കും. തിയറിറ്റിക്കലി പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടെങ്കിലേ CS ചെയ്യാവൂ. അതുകൊണ്ട് CS ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ പിടിച്ച് കോടതി കയറ്റും. അതുകൊണ്ട് ഞാൻ പറയില്ല. ഇതേപോലെ തന്നെ തിരിച്ചിപ്പോ വെള്ളം കൂടുതലാണെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ വെള്ളം കൂടുതലിനും കുട്ടിയുടെ കാരണങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഇപ്പൊ കുട്ടിക്ക് സ്വോളോ ചെയ്യും, ഈ വെള്ളം കുട്ടി സ്വോളോ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ വെള്ളം കുടിക്കുന്നത്. അപ്പൊ സ്വോളോ ചെയ്യുന്ന ഈ ട്രാക്കിൽ എന്തെങ്കിലും പലപ്പോഴും ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ കുട്ടിക്ക് കുടിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ കുട്ടിയുടെ മസിൽസ് ഒക്കെ വീക്കായിരിക്കും. അപ്പൊ കുട്ടിക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെ പല കുട്ടിയുടെ കാരണം കൊണ്ട് വെള്ളം കൂടാം. അങ്ങനെ സ്ഥിതിയിൽ നമുക്കൊന്നും ചെയ്യാനില്ല കാര്യമായിട്ട്. നേരെ മറിച്ചിട്ട് നമ്മൾ നല്ലോണം കുട്ടിയെ സ്കാൻ ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് കയറ്റുന്നതിന് പകരം അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ഒരു നീഡിൽ കടത്തി ആ വെള്ളം ടാപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇതും ഒരു പ്രാവശ്യം പോരാ, പല പ്രാവശ്യം പലപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്നിട്ട് കുട്ടി ഒരുവിധം വളർച്ചയായി കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയെ പ്രസവിപ്പിക്കും. ഇപ്പം ഇതിന്റെ രണ്ടിന്റെ നടുക്കിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതായത് വെള്ളം കൂടുതലായിട്ടുമില്ല എന്നാൽ കുറയുന്നുമില്ല, മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ്, അനുഭവമാണ്. കുട്ടികൾ അന്ന് അധികം വെള്ളത്തിന്റെ ഒരു കുറവ് കാണുന്നില്ല, എന്നാൽ വെള്ളം കൂടുതലായിട്ട് കുട്ടി കുടിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത്? അവർക്ക് എന്ത് തരം സ്കാനിങ് ആണ് കൊടുക്കുക? ഈ പ്രത്യേകിച്ച് ഡയബറ്റിക് മദേഴ്സിന് എപ്പോഴും കുറച്ച് ഫ്ലൂയിഡ് കൂടുതലാണ്. ഞങ്ങളുടെ കണക്ക് പ്രകാരം ഞങ്ങൾ AFI എന്നാ പറയുക, അമിനോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്, ഒരു 20 വരെ ഇസ് ഓക്കെ, അക്സെപ്റ്റബിൾ. അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലായിരിക്കും, 22, 23, 24, 25 ആ ലിമിറ്റിൽ കാണും. അപ്പൊ നമുക്ക് ഒന്നാമത് അമ്മയെ നമ്മൾ ഒന്നും കൂടി നോക്കി, വല്ല ഡയബറ്റിക് ആണോ, അമ്മയുടെ പാർട്ടിന് എന്തെങ്കിലും കോസ് ഉണ്ടോ, ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ ഡയറ്റോ അല്ലെങ്കിൽ ഇൻസുലിനോ കൊടുത്ത് അത് കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ പലപ്പോഴും നോർമൽ ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഈ കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുന്നോ ഇല്ലയോ എന്ന്. ഒന്നുമില്ലെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. കുറച്ച് അല്പമായിട്ട് ഫ്ലൂയിഡ് കൂടുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. നേരെ മറിച്ച് വളരെ അധികം ഫ്ലൂയിഡ് കൂടുകയാണെങ്കിൽ പ്രോബ്ലം എന്താ വെച്ചാൽ പെട്ടെന്ന് മെംബ്രെയിൻ റപ്ചർ ചെയ്യും. വെള്ളം പൊട്ടിപ്പോയി എന്ന് മലയാളത്തിൽ പറയാറില്ല. മെംബ്രെയിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടനെ തന്നെ കുട്ടിയെ ഡെലിവറി ചെയ്യേണ്ടി വരും. അപ്പൊ പലപ്പോഴും അത് പ്രിമച്വർ ബേബിയാവും. അതുകൊണ്ട് നമ്മളത് വാച്ച് ചെയ്ത് അൾട്രാസൗണ്ട് കൊണ്ടാണ് നമ്മൾ വാച്ച് ചെയ്യാറ്. ഒപ്പം തന്നെ ഇപ്പം ഗ്രോത്ത് സ്കാൻ ചെയ്യാറുണ്ട്. എന്തിനാണ് ആ ഒരു സ്കാൻ ചെയ്യുന്നത്? ഗ്രോത്ത് സ്കാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3rd ട്രൈമിസ്റ്ററിൽ അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഗ്രോത്ത് സ്കാനിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുക കുട്ടിക്ക് വെയിറ്റ് എത്രയാണ്, കുട്ടിക്ക് ചുറ്റും ഫ്ലൂയിഡ് ആവശ്യത്തിനുണ്ടോ, കുട്ടി ശരിക്കും നമ്മൾ പുറത്ത് ശ്വസിക്കുന്ന പോലെ തന്നെ കുട്ടി ഡയഫ്രം മുളയ്ക്കും താഴയ്ക്കും ചെയ്യണം, നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ കുട്ടിയുടെ കയ്യും കാലൊക്കെ അനക്കുണ്ടോ, ഇതെല്ലാം നമുക്ക് നല്ലോണം അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഗ്രോത്ത് സ്കാൻ ചെയ്യണത് വേറൊരു കാര്യം എന്താ വെച്ചാൽ പലർക്കും IUGR എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിസ്ട്രിക്ഷൻ. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ വളരെ വീക്കായിരിക്കും. അപ്പൊ ആ കുട്ടികളെ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഗർഭത്തിൽ വെച്ച് അവർ മരിച്ചു പോകും. നേരെ മറിച്ച് ആ കുട്ടികളെ നേരത്തെ പ്രസവിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് സ്കാൻ ചെയ്തിട്ട് ഈ കുട്ടിയെ എപ്പോൾ ഡെലിവറി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഈ ഗൈനക്കോളജിസ്റ്റിനോട് പറയാൻ പറ്റും. അതാണ്
ഈ തേർഡ് ട്രൈമിസ്റ്ററിന്റെ ഒരു പ്രധാന ഉദ്ദേശം. Okay. അപ്പൊ ഈ നേരത്തെ ചോദിച്ചു എത്ര വേണം സ്കാൻ ചെയ്യണം. ഈ IUGR ഉള്ളവർക്ക് ചിലപ്പോ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരവും ചെയ്യും. ചിലപ്പോ ഏർലി IUGR ആണെങ്കിൽ ഞങ്ങൾ അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറയും. അപ്പൊ ഇതെല്ലാം ഈ കുട്ടിയുടെ അമ്മയുടെയും ഹെൽത്ത് അനുസരിച്ച് പലപ്പോഴും ഇത് മാറി. ഓക്കെ. ഇപ്പം ചിലവരുടെയൊക്കെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡെലിവറിക്ക് ശേഷമായിരിക്കും അറിയുണ്ടാവുക കുട്ടിക്ക് ഹാർട്ടിന് ഹോൾ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് മുന്നത്തെ സ്കാനിങ്ങിൽ അത് അറിയാതിരിക്കുന്നത്? പലപ്പോഴും പലരും പരാതി പറയുന്ന ഒരു കാര്യമാണ്. ഇത് പൊതുജനം അറിയേണ്ട ഒരു ചോദ്യമാണ്. ഈ ഗർഭത്തിൽ, പ്രത്യേകിച്ച് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം, ഗർഭത്തിലുള്ള കുട്ടിയുടെ പല ഹോളുകളും ഗർഭത്തിൽ ഉണ്ടെങ്കിലേ ആ കുട്ടിക്ക് ഗർഭത്തിന്റെ അമ്മയുടെ വയറ്റില് ജീവിക്കാൻ സാധിക്കുള്ളൂ. ആ ഹോളുകള് അമ്മയുടെ വയറ്റിൽ വെച്ച് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കുട്ടി ഗർഭാശയത്തിൽ വെച്ചിട്ട് തന്നെ മരിച്ച് പോകും. നേരെ മറിച്ചിട്ട് ഈ കുട്ടി ഈ ഹോളുകളെല്ലാം കൂടി വെച്ച് നോർമലി ഫിസിയോളജിക്കൽ ഹോൾ വെച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസവിച്ച് ഒരു 24 hours to 1 month ഉള്ളിൽ ആണ് ഈ പലതും അടയുക. അപ്പൊ ചില ഹോളുകള് അടയില്ല 1 മാസമായിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സർജിക്കലായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടി വളരുമ്പോൾ, അമ്മയുടെ ഇതിൽ വളരുമ്പോൾ അതിനെ നമ്മൾ റോട്ടിൽ അഴിച്ചു വിട്ട ഒരു പശുവിനെ പോലെ കരുതാം. ഇപ്പൊ ആദ്യം നോക്കുമ്പോൾ ആ പശു ഒരു വിളക്കങ്കാലിന്റെ അടുത്താ, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പശു സ്കൂളിന്റെ മുമ്പിലാ, കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ റെയിൽവേ ഗേറ്റിന്റെ അവിടെയാ. അതുപോലെയാണ് കുട്ടി അമ്മയുടെ അവിടെ വളരും തോറും ഓരോ ദിശയിലെത്തും. ഏർലി സ്കാനിൽ കണ്ട പോലെയല്ല 5-ാം മാസത്തില്, 5-ാം മാസത്തില് കണ്ട പോലെയല്ല 30-ാം മാസത്തില്. കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രെയിനിന്റെയും ഹാർട്ടിന്റെയും പല കണ്ടീഷൻസും വളരെ ഏർലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഓർ ബ്രെയിൻ വളരെ ഏർലി നോർമൽ ആയിരിക്കും. അതും കഴിഞ്ഞിട്ട് 32 വീക്സ് ആവുമ്പോഴാണ് ഈ ബ്രെയിനിന്റെ വെള്ളം കൂടുതൽ, അങ്ങനെ പലതും വരും. അപ്പൊ ഈ ലേറ്റ് പ്രഗ്നൻസിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേറ്റ് ആയിട്ട് വരുന്ന പല അനോമലീസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്ന് നേരത്തെ കണ്ടുപിടിച്ചില്ല ചോദിച്ചാൽ, ഈ പറയണം പശു അവിടെയായിരുന്നു, എന്തപ്പോ ഇവിടെയാണല്ലോ എന്ന് ചോദിക്കുന്ന ആൻസർ ആണ് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ മറ്റു ഓർഗൻസും അങ്ങനെ തന്നെയാണ്, മറ്റു ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളും പല ഓർഗൻസും ഇൻക്ലൂഡിങ് പ്രത്യേകിച്ച് കിഡ്നി ഉണ്ട്. ഇതുപോലെ അത് വളർന്നു വരുമ്പോൾ, അപ്പൊ തുടക്കത്തിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. കുറെ കഴിയുമ്പോൾ കാണാം കിഡ്നിന്ന് മൂത്രം ഇറങ്ങി വരുന്നിടത്ത് തടസ്സം വന്ന് PUG അനോമലി, അങ്ങനെ പല അനോമലീസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാനിനെ കുറിച്ച്. അത് ചെയ്യുന്നത് കൊണ്ട് ഗർഭിണികൾക്ക് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കാറുണ്ടോ? അൾട്രാസൗണ്ട് പലരും ചോദിക്കുന്നുണ്ട്, സ്കാൻ എന്ന് പറഞ്ഞിട്ട് സ്കാന് ഗർഭിണിക്ക് പാടുവോ, എത്ര മണിയാ ചെയ്തതെന്ന് പറഞ്ഞു. അവർ ഉദ്ദേശിക്കുന്ന ഈ അയണൈസിങ് റേഡിയേഷനുള്ള CT സ്കാൻ, അങ്ങനത്തെ സ്കാനുകളാണ്. CT സ്കാൻ പാടില്ല, ഗർഭിണികൾക്ക് പാടില്ല. നേരെ മറിച്ചിട്ട് അൾട്രാസൗണ്ട് സ്കാനിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് ദോഷങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിൽ ആകെ ഉണ്ടാവുന്നത് ആ അൾട്രാസൗണ്ട് വന്ന് വീഴുന്ന ദിക്കില് കുറച്ച് ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സാധാരണ വെരി ഏർലി പ്രഗ്നൻസിയിൽ, അതായത് ഒരു 9 ആഴ്ചക്ക് മുമ്പുള്ള പ്രഗ്നൻസിയിൽ കഴിയുന്നതും ഡോപ്ലറിലാണ് കൂടുതൽ ഈ എനർജി വരിക. അങ്ങനത്തെ ഡോപ്ലർ സാധാരണ അത്യാവശ്യം അല്ലെങ്കിൽ ഉപയോഗിക്കില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെഷീനിൽ ഞങ്ങൾക്ക് അതിന്റെ മുകളിൽ കാണാം എത്രന്റെ എനർജി ഡെലിവറി ചെയ്തു. അപ്പൊ ഒരു വാല്യൂ ഉണ്ട് 1 എന്ന് പറഞ്ഞ്, അതിലേക്കാൾ കൂടുതലാണെങ്കിൽ ഞങ്ങളത് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യും. സാധാരണ കൂടില്ല ഇപ്പോഴത്തെ അൾട്രാസൗണ്ട് മെഷീനിലെല്ലാം. മാത്രമല്ല കഴിയുന്നതും ഞങ്ങള് സ്കാൻ ടൈം കുറയ്ക്കും. അപ്പൊ കുട്ടിക്ക് മിനിമേ കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രശ്നമുണ്ടാവും. ഡോപ്ലർ സ്കാനിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഡോപ്ലർ സ്കാൻ എന്ന് പറഞ്ഞാൽ ഈ രക്തോട്ടം അറിയാനാണ്, അല്ലെങ്കിൽ മൂവിങ് പാർട്ടിക്കിൾസിനെ നോക്കാനാണ് ഡോപ്ലർ സ്കാൻ.
കുട്ടിയുടെ. ഓക്കെ. അപ്പൊ ഡോപ്ലർ സ്കാൻ നമ്മൾ ചെയ്യാൻ നേരത്തെ പറഞ്ഞ IUGR അതുപോലെ IUGR ഉണ്ടാവും എന്നുള്ള അറിയാം. പ്രധാനമായിട്ട് നമ്മൾ തുടക്കത്തിൽ നോക്കുക വെച്ച് കഴിഞ്ഞാൽ 12 വീക്ക് സ്കാൻ അല്ലെങ്കിൽ NT സ്കാനിൽ നമ്മൾ യൂട്രൈൻ ആർട്ടറി, അതായത് യൂട്രസിലേക്ക് പോണ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒരേ രക്തക്കൊള്ളുണ്ട്, അതിലുള്ള ഒരു പ്രഷർ നോക്കും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഹൈ ആണെങ്കിൽ ഈ അമ്മയുടെ വയറ്റിന് കുട്ടിക്ക് ഗർഭപാത്രത്തിലേക്ക് പോയിട്ട് ഗർഭപാത്രത്തിന്റെ പ്ലാസന്റെ വഴി വേണം കുട്ടിക്ക് കിട്ടാൻ. അപ്പൊ അമ്മയുടെ ഇതിന് ഗർഭപാത്രത്തിലേക്ക് തന്നെ പോകാൻ ദിക്കിൽ തന്നെ ഒരു പ്രഷർ കൂടുതലാണെങ്കിൽ കുട്ടിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട് ഈ യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആസ്പിരിൻ ഗുളിക തുച്ഛമായിട്ടുള്ള വിലയാണ്, അത് ഒരു 16 ആഴ്ചക്ക് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ നമ്മൾ 20 വീക്ക് സ്കാനിലും 12 വീക്ക് സ്കാനിലും പ്രത്യേകിച്ച് 12 വീക്ക് സ്കാനിൽ ഈ ഡക്ടസ് വീനോസിസ് എന്ന് പറഞ്ഞൊരു രക്തക്കൊള്ളുണ്ട്. അത് ഹാർട്ടിലേക്ക് പോണ ഒരു രക്തക്കൊള്ളാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം ഹാർട്ടിന് അസുഖം വരാണ്ടോ അതുപോലെ ജനിതരമായ അസുഖങ്ങൾക്ക് ചാൻസ് കൂടുതലുണ്ടോ, ഇങ്ങനത്തെ പലതും നമുക്ക് അറിയാം. അതിന് ശേഷം നമ്മൾ ലേറ്റ് പ്രഗ്നൻസിയിൽ സാധാരണ ചെയ്യുക 3 വെസലാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ യൂട്രൈൻ ആർട്ടറി യൂട്രസിലേക്ക് പോകുന്നത്, 2 അംബലിക്കൽ കോഡ്, അതായത് അമ്മയുടെ കുട്ടിയുടെ പൊക്കിൾ കൊടിയിലേക്ക് പോണ ഇതില് അംബലിക്കൽ കോഡിൽ അംബലിക്കൽ ആർട്ടറി, 3 മിഡിൽ സെറിബ്രൽ ആർട്ടറി എന്ന് പറഞ്ഞ കുട്ടിയുടെ തലച്ചോറിലുള്ള രക്ത ഓട്ടങ്ങൾ. ഇത് 3 നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ IUGR അതായത് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉള്ള കുട്ടികൾക്ക് ഇത് വെച്ച് അസസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എപ്പോൾ ഡെലിവറി ചെയ്യണം എന്ന് പറയാം. പ്രത്യേകിച്ച് അതിൽ ഈ ഡക്ടസ് വീനോസിസും കൂടി ആഡ് ചെയ്യും. വളരെ എക്സ്ട്രീം കേസ് ഓഫ് IUGR വരുമ്പോൾ അതും അബ്നോർമൽ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ വെച്ചിരിക്കാൻ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഡെലിവറി ചെയ്ത് നിങ്ങൾ നിയോനെറ്റോളജിസ്റ്റിന് കൊടുക്കൂ, ഒരു വേണമെങ്കിൽ ICUവിൽ കിടത്തിയിട്ട് കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറയും. ഈ ഡോപ്ലർ സ്കാൻ എപ്പോഴാണ്, ഏതൊരു മാസത്തിലാണ് നമ്മൾ ചെയ്യുക? ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മള് ആദ്യം മുതൽ അവസാനം വരെ ചെയ്യും. 12 വീക്സിൽ നമ്മൾ യൂട്രൈൻ ആർട്ടറി നോക്കുന്നു, 20 വീക്സിലും ഞങ്ങൾ യൂട്രൈൻ ആർട്ടറി നോക്കാറുണ്ട്. പിന്നെ ലേറ്റ് പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞോണം എല്ലാ വെസലുകളും നോക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഇത് ചെയ്യാം. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഏതൊക്കെ സ്കാനിങ്ങുകളാണ് ചെയ്യേണ്ടത്, ആ സ്കാനിങ്ങിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് അയ്യന്തോൾ അമ്പാടി സ്കാൻ സെന്റർ മാനേജിംഗ് ഡയറക്ടറും കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റുമായ ഡോക്ടർ അമ്പാടി രാമകൃഷ്ണനാണ്. ഡോക്ടർ ഒരിക്കൽ കൂടി വളരെയധികം നന്ദി.